ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ചണ്ഡികായേ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. നമ്മൾ നവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ 9 ദിവസങ്ങളിൽ ജഗന്മാതാവായിട്ടുള്ള ആ ദേവിയെ, അമ്മയെ 9 ഭാവങ്ങളിൽ 9 ദിവസങ്ങളിലായി ഉപാസന ചെയ്യുന്ന, ഉപവാസം എടുത്തുകൊണ്ട് അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന അമ്മയെ സദാ പ്രകീർത്തിച്ചുകൊണ്ട് അമ്മയുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ വിധിച്ചിരിക്കുന്നതാണ് നവരാത്രി ദിനങ്ങൾ. ഈ 9 ദിവസങ്ങളിൽ അമ്മയെ ആദ്യത്തെ ദിവസം കുമാരി ഭാവത്തിലും, രണ്ടാമത്തെ ദിവസം ത്രിമൂർത്തി ഭാവത്തിലും, മൂന്നാമത്തെ ദിവസം കല്യാണി ഭാവത്തിലും, നാലാമത്തെ ദിവസം രോഹിണി ഭാവത്തിലും, അഞ്ചാമത്തെ ദിവസം കാളിക ഭാവത്തിലും, ആറാമത്തെ ദിവസം ചണ്ഡികാദേവിയായും, ഏഴാമത്തെ ദിവസം ശാംഭവി ദേവിയായും, എട്ടാമത്തെ ദിവസം സാക്ഷാൽ ദുർഗാ ഭഗവതിയായും, ഒൻപതാമത്തെ ദിവസം സുഭദ്രാഭാവത്തിലും അമ്മയെ പൂജിക്കണം എന്നാണ് വിധി. ഈ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ 9 ദിവസവും ഉപവാസമെടുക്കാനും അതേപോലെ അമ്മയെ പൂജിക്കാനും അസൗകര്യം നേരിടുന്നവർക്ക് അവസാനത്തെ ആ 3 ദിവസം, സപ്തമി, അഷ്ടമി, നവമി എന്നിങ്ങനെ ആ 3 ദിവസം രാത്രിയിൽ ഉപവസിച്ചുകൊണ്ടും ദേവീപൂജ ചെയ്യാം എന്നും വിധി കാണാറുണ്ട്. അമ്മയുടെ പ്രീതിക്കായിക്കൊണ്ട് ഈ 3 ദിവസങ്ങളിൽ ഉപവാസം ചെയ്ത് ദേവീപൂജ ചെയ്താൽ പോലും സർവാഭീഷ്ടങ്ങളും അമ്മ നൽകും എന്നാണ് പറയാറുള്ളത്, എന്നാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ വിധി കൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ 9 ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ദേവീ പൂജ, അതേപോലെ തന്നെ ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കുമാരി പൂജനം ചെയ്യുന്നത്. പിന്നൊന്ന് ബ്രാഹ്മണ ഭോജനമാണ്. ഈ 4 തരത്തിലാണ് പ്രധാനമായും ഇതിന് ഈ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിനുള്ള വിധി കർമ്മങ്ങൾ കാണുന്നത്. ദേവീ പൂജ, ഹോമം, അതേപോലെ കുമാരി പൂജനം, പിന്നെ ബ്രാഹ്മണ ഭോജനം. ഇങ്ങനെ 4 പ്രകാരത്തിലുള്ള കർമ്മങ്ങളിലൂടെയാണ് ഈ ഒരു നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് ദേവി ഭാഗവതം നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, മനുഷ്യർക്കൊക്കെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്. അമ്മയോട് പ്രാർത്ഥിക്കാനുള്ളത് പലതാണ്. അതുകൊണ്ട് തന്നെ അത് വിദ്യയാകട്ടെ, ധനമാകട്ടെ, പുത്രനെ ആഗ്രഹിക്കുന്നവരാകട്ടെ, ഏതു വിധത്തിലുള്ള ആഗ്രഹങ്ങളായാലും സർവകാമങ്ങളും നിറവേറ്റി അമ്മ
മനുഷ്യർക്ക് സർവ്വവിധത്തിലുമുള്ള സൗഭാഗ്യവും മംഗളവും നൽകുന്നതിന് ഈ നവരാത്രി വ്രതം വിധിപ്രകാരം അനുഷ്ഠിക്കേണ്ടതാണ് എന്നും ദേവീഭാഗവതം പറയുന്നു. വിദ്യ വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് സർവ്വവിധത്തിലുള്ള വിദ്യകളും ഈ ഒരു വ്രതത്തിൻ്റെ പ്രഭാവം കൊണ്ട് നേടാനാവുമെന്നും രാജ്യഭ്രഷ്ടനായിട്ടുള്ള രാജാവിന് രാജ്യം വീണ്ടെടുക്കാൻ പോലും ഈ വ്രതം ഗുണം ചെയ്യുമെന്നും ഈ വ്രതത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. സിദ്ധിപ്രദയായിട്ടുള്ള ജഗദംബിക ഈ ജഗത്തിൽ മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠയാണ്. മാതൃസ്വരൂപിണിയാണ്, മാതൃഭാവമാണ് അമ്മയ്ക്ക്, മംഗളസ്വരൂപിണിയാണമ്മ. അതുകൊണ്ട് തന്നെ നിത്യയും ദുഃഖത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നതിൽ, തൻ്റെ ഭക്തൻ്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നതിൽ സദാ തൽപരയാണ് ജഗദംബിക. ഈ നവരാത്രി കാലത്ത് പ്രധാനമായിട്ടും കുമാരി പൂജ നമുക്ക് നവരാത്രി വ്രതത്തിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. അതിൻ്റെ ചിട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം ഒരു കുമാരിയെ പൂജിക്കണം, രണ്ടാമത്തെ ദിവസം 2 കുമാരിയെ പൂജിക്കണം, അങ്ങനെ ക്രമമായിട്ട് 9ാമത്തെ ദിവസം 9 പേരെ പൂജിക്കണമെന്നാണ് വിധി പറയുന്നത്. ഇതിൽ ആദ്യത്തെ ദിവസം ഓരോ ദിവസം ഈ പൂജ ചെയ്യുമ്പോൾ ഈ ഓരോ കുമാരിയെയും അതാത് ദിവസത്തിൽ വിധിച്ചിട്ടുള്ള ആ ദേവീഭാവത്തിൽ കണ്ടുകൊണ്ട് വേണം പൂജ ചെയ്യാനെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ പൂജിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഒരു കുമാരിയെ പൂജിക്കണമെന്ന് പറഞ്ഞു. ഇവിടെയും പ്രത്യേകം പറയാറുണ്ട് ദേവീഭാഗവതത്തിൽ, 1 വയസ്സ് മാത്രമുള്ള കന്യയെ അല്ലെങ്കിൽ കുമാരിയെ പൂജയ്ക്കായിട്ട് എടുക്കരുത്. കാരണം ഈ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാകുമ്പോൾ ആ കുഞ്ഞിന് സുഗന്ധാദി അനുഭവങ്ങളെക്കുറിച്ച് തീരെ അറിവുണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വയസ്സ് മുതൽ മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളെയാണ്, സാധാരണ പെൺകുട്ടികളെയാണ് ഈ നവരാത്രി ദിവസങ്ങളിൽ പൂജ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം പൂജ ചെയ്യുമ്പോൾ അതിനും ഈ 9 ഭാവത്തിൽ ദേവിയെ പൂജിക്കുമ്പോൾ ഏതൊക്കെ പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ് ഓരോ ദിവസവും പൂജ ചെയ്യേണ്ടത് എന്നും വിധിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം പൂജ ചെയ്യുമ്പോൾ കുമാരി ഭാവത്തിൽ ആണ് ദേവിയെ പൂജിക്കേണ്ടത്. അത് 2 വയസ്സ് പ്രായമുള്ള കന്യകയെയാണ് കുമാരിക എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ ദേവീഭാവത്തിൽ, കുമാരിക ഭാവത്തിൽ കണ്ട് പൂജിക്കുമ്പോൾ ഏതു മന്ത്രം ചൊല്ലിയാണ് ആ പെൺകുട്ടിയെ പൂജ ചെയ്യേണ്ടത്, ദേവിയെ ഭജിക്കേണ്ടത്, ഉപാസന ചെയ്യേണ്ടത്, ദേവിയെ പ്രീതിപ്പെടുത്താൻ ഏതു മന്ത്രമാണ് ആദ്യത്തെ ദിവസം നമ്മൾ ഉരുവിടേണ്ടത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന. ഈ ഒരു സത്സംഗത്തിൽ ഓരോരോ ദിവസം ഏതൊക്കെ നാമങ്ങളാണ്, ഏതൊക്കെ മന്ത്രങ്ങളാണ് ദേവിയുടെ പ്രീതിക്കായിക്കൊണ്ട് ഉരുവിടേണ്ടത്, അതിൻ്റെ ഫലം എന്താണ് എന്നുകൂടി ഒന്ന് പറയാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം കുമാരി ഭാവത്തിൽ പൂജിക്കുമ്പോൾ ഉരുവിടേണ്ട മന്ത്രം, 2 വയസ്സുള്ള പെൺകുട്ടിയെ കുമാരികാ ഭാവത്തിൽ അമ്മയായി കണ്ടുകൊണ്ട് വേണം പൂജ ചെയ്യുവാൻ. അപ്പോൾ ഉരുവിടേണ്ട മന്ത്രം ഇതാണ്: ജഗൽ പൂജ്യേ സജ്ജഗൽ വന്ദേ സർവശക്തി സ്വരൂപിണി പൂജ്യാം ഗൃഹാണ കൗമാരി ജഗന്മാതർ നമോസ്തുതേ. ഒന്നുകൂടി പറയാം: ജഗൽ പൂജ്യേ ജഗൽ വന്ദേ സർവശക്തി സ്വരൂപിണി പൂജ്യാം ഗൃഹാണ കൗമാരി
ജഗന്മാതർനമോസ്തു തേ. ഇങ്ങനെ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട്, ഈ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആദ്യത്തെ ദിവസം ദേവിയെ കുമാരികാഭാവത്തിൽ പൂജ ചെയ്താൽ ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ ഇല്ലാതെയാകും, ശത്രുക്കൾ നശിക്കും, ധനവും ആയുസ്സും ഉണ്ടാകും, അതുപോലെ ബലവും അഭിവൃദ്ധിയും ഉണ്ടാകും. ഇതാണ് ആദ്യത്തെ ദിവസത്തെ ഫലം, കുമാരികാഭാവത്തിൽ ദേവിയെ പൂജ ചെയ്യുമ്പോഴുള്ള ഫലമായിട്ട് പറയുന്നത്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും ജഗദംബികാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ മാത്രേ നമഃ.